ബൈ വേർഡ്സ് എന്താണ് എക്സോറസ് എന്നൊന്ന്. അപ്പോൾ ഈ ഈക്സ് എന്ന ഒരു പേര് എനിക്ക് NID ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയൊരു നിക്ക് നെയിമാണ്. അതായത് ആളുകൾ കളിയാക്കി വിളിച്ചിരുന്നൊരു പേരാണ് ആക്ച്വലി ഈക്സ് എന്ന്. അത് മേത്ത് വീണു ശരിക്ക്. കുറേ ബാച്ചുകളും അത് കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ഈക്സ് എന്ന് വിളിച്ചു തുടങ്ങി. അപ്പോൾ ഈക്സ് ദ ഡൈനോസർ എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് തുടങ്ങിയതാണ് ഈക്സോറസ്. അപ്പോൾ അത് യുണീക്ക് പേരാണ്. അത് തുടങ്ങിയപ്പോൾ എൻ്റെ വൈഫ് നീലിമ പറഞ്ഞു ഇത് നല്ലൊരു പേരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ആർക്കും മനസ്സിലാവില്ല, ആളുകൾക്ക് പറയാൻ തന്നെ പറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഓഫീസിൽ തന്നെ കുറേ പേർക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞാൽ വർക്കൊക്കെ നന്നായിട്ട് വരുമ്പോഴത്തേക്ക് ആളുകൾ തന്നെ പഠിച്ചോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നാളൊരിക്കൽ ഞാൻ ഇതുമാതിരി ഒരു ഫംഗ്ഷന് പോയപ്പോഴത്തേക്കും ഞാൻ ഓഡിയൻസിലായിരുന്നു. അപ്പോൾ ഒരു കക്ഷി ചോദിച്ചു, അപ്പോൾ എവിടെയാണ് കണ്ട് പരിചയമാതിരി തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഈക്സോറസിലാണ് വർക്ക് ചെയ്യുന്നത്. ഈക്സോറസിലാണ് വർക്ക് ചെയ്യണേ. അപ്പോഴത്തേക്ക് ഒരുപാട് ഇപ്പോൾ ദാറ്റ് വാസ് എ ഗുഡ് ടേണിങ് പോയിന്റ്. നമ്മളെക്കാട്ടിലും നമ്മുടെ വർക്കിനെ കൂടുതൽ ആളുകൾ അറിയുന്നു, നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൂടുതൽ അറിയുന്നെന്ന് കറക്റ്റ് പുള്ളി പറഞ്ഞ മാതിരിയായി. ഭാര്യ പറഞ്ഞ കേൾക്കണം എന്നുള്ളതാണ് അതിൻ്റെ പൊരുൾ. അതെ അത് നീലിമ ഇൻസിസ്റ്റ് ചെയ്തൊരു പേരാണ് ഈക്സോറസ് എന്ന്. അത് നമുക്ക് യുണീക്കായിട്ടുള്ളൊരു പേരാണെന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ്. അതെ, ഈ NIDയിലേക്ക് എത്താനുള്ളൊരു NIDയിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് കാര്യം ഞാൻ കാണിക്കാം. ഞാൻ കുറച്ച് വരച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സാമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് എനിക്ക് വളരെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. ഒന്നാമത്തെ കാര്യം, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു 43-44 വയസ്സാകുമ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. അത് ഒരു നാച്ചുറലായിട്ടൊരു സംഭവം അല്ലെന്ന് പിന്നീടാണ് മനസ്സിലായത്. കാരണം 2 ചേച്ചിമാർ അവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് എൻ്റെ മൂത്ത ചേച്ചിക്ക് എന്നെക്കാട്ടിലും 11 വയസ്സ് മൂപ്പുണ്ട്. പക്ഷേ ഇതിൽ മെയിൻ പ്രശ്നം എന്താ സംഭവിച്ചത്, അന്നത്തെ കാലത്ത് എൻ്റെ അമ്മ കല്യാണം കഴിച്ചത് 33 വയസ്സിലാണ്. ഒരു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്നു. അന്നത്തെ എല്ലാവരും 10, 17, 18 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്ന ഒരു പ്രായം ഒരു പ്രവണതയായിരുന്നു അന്ന്. പിന്നെ കേട്ടത്, ഞാൻ ജനിച്ചപ്പോൾ വെയിറ്റ് 4.5 കിലോ ആയിരുന്നു. അപ്പോൾ അതും ഒരു വലിയൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റേ ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പേരെന്താ ഇപ്പോൾ രശ്മി, അത് പരമേശ്വരർ അങ്ങനെ പൊന്നമ്മയുടെ ഹോസ്പിറ്റൽ അവിടെയാണ്. അപ്പോൾ കഥ ചേച്ചിമാർ പറഞ്ഞതെന്ന് വെച്ചാൽ അമ്മ ഡെലിവറി ചെയ്തു, പിന്നെ അവിടെ കുറച്ച് നേരം ഡിസ്പ്ലേക്ക് വെച്ചു എന്നാണ് ആളുകൾ കാണാനായിട്ട്. ഇങ്ങനത്തെ ഒരു സാമ്പിളേ 4.5 കിലോ ഉള്ളൊരു ഒരു സാധനം. അതും നോർമലായിട്ട് അമ്മ ഡെലിവറി ചെയ്ത് 44 വയസ്സിൽ ഡെലിവറി ചെയ്ത് അമ്മ വീട്ടിലേക്ക് നടന്നു പോയി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു യുണീക്നെസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ വേറൊരു യുണീക്നെസ് എന്താണെന്ന് വെച്ചാൽ, ഇത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കുറച്ച് പുസ്തകമൊക്കെ വായിക്കായിരുന്നു, ഈ ബാബായാഗയുടെ ഒക്കെ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫെയറി ടെയിൽസ് മാതിരി. അപ്പോൾ ബാബായാഗയുടെ ഭക്ഷണ രീതി ഭയങ്കര ഇതാണ്. നമ്മുടെ വീട്ടിൽ ഡെയിലി സെയിം ഭക്ഷണമാണ്. അപ്പം അതും എനിക്ക് സ്കൂളിലൊക്കെ പോയപ്പോഴാണ് കുറച്ചും കൂടി മനസ്സിലായത്, ബാക്കിയുള്ളവരുടെ വീട്ടിൽ വേറെ വിഭവങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ എന്നും സാമ്പാറാണ്. പിന്നെ ഉച്ചയ്ക്ക് ബീൻസിൻ്റെ അച്ചിങ്ങ, അതിൻ്റെ ഒരു മെഴുക്കുവരട്ടി. ഇത് റെഗുലർ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. രാവിലെ സെയിം സാമ്പാർ ഇഡ്ലിയുടെ ഒപ്പം വരും, ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പം വരും, വൈകുന്നേരം ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഡെയിലി. അപ്പോൾ കുറച്ച് ഇമാജിനേഷനൊക്കെ വന്നു തുടങ്ങിയതെന്ന് വെച്ചാൽ, ഈ വെണ്ടയ്ക്കയൊക്കെ ഒന്നാമത് വഴുതനങ്ങ തീരെ സഹിക്കാൻ പറ്റാത്തൊരു വെജിറ്റബിളാണ്. അപ്പോൾ അതിന് ഓൾറെഡി ഒരു സ്ലൈമി ഒരു ജീവിയുടെ ഒക്കെ ഒരു രൂപമുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഇമാജിനേഷനായിട്ട് നോൺ വെജ് നല്ലൊരു സാധനമാണെന്നൊക്കെ വിചാരിച്ച് കഴിക്കുകയായിരുന്നു. അങ്ങനൊരു ഡിസ്പ്ലേസ് ചെയ്തിട്ടൊക്കെയാണ് അന്നത്തെ. പിന്നെ നമ്മുടെ വീട്ടിൽ വേറൊരു യൂണിക്നെസ് എന്ന് വെച്ചാൽ, അമ്മ അടുക്കളയിൽ കയറ്റില്ലായിരുന്നു. പാചകം മുഴുവൻ എൻ്റെ അമ്മാനാണ്. അതും പിന്നീട് മനസ്സിലായത് നമ്മുടെ വീട്ടിൽ മാത്രമുള്ളൊരു സംഭവമാണെന്ന്. കാരണം ഈ ആണുങ്ങൾ മാത്രം കുക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പ് വേറെ എവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് സെയിം ഫുഡും ഒക്കെ ഭയങ്കര റെജിമെൻ്റലായിട്ട് വന്നത്. പിന്നെ മാത്സിനൊക്കെ വലിയ പ്രശ്നമായിരുന്നു എനിക്ക്. ഒരു 6ാം ക്ലാസ് വരെ ഒരുപാട് പൊട്ടുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കൊഴുക്കട്ട, എൻ്റെ ഒരു ഫ്രണ്ട് ആണിത് പറഞ്ഞു തന്നെ. നമ്മുടെ സിദ്ധിവിനായൻ്റെ അമ്പലത്തിൽ കൊഴുക്കട്ട നേർന്നു കഴിഞ്ഞാൽ
വീട്ടിലെല്ലാവർക്കും സന്തോഷമാണ് കൊഴുക്കട്ട കൊണ്ടുവരുമ്പോൾ, പാസ്സാവുകയും ചെയ്യും. അപ്പോൾ 25 മിനിമം നമ്പർ വെച്ചിട്ടാണ് ചെയ്യാറ്. അങ്ങനെ കുറേ പ്രാവശ്യം ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 8ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് സീരിയസ് ആയത്. കാരണം അപ്പോൾ നിവൃത്തിയില്ലാതെ വന്നു, പഠിക്കേണ്ടി വന്നു. പഠിക്കേണ്ടി വന്നു. കാരണം അച്ഛനും അമ്മയൊക്കെ റിട്ടയർ ചെയ്തു. കാരണം ഓൾറെഡി വളരെ ഏജ്ഡ് ആണല്ലോ അച്ഛനും അമ്മയൊക്കെ. അപ്പോൾ ഞാനൊരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് ഓൾമോസ്റ്റ് 55-60 ആയി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭയങ്കര പ്രഷറൊക്കെ വന്നു. എന്തെങ്കിലുമൊക്കെ വർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എൻജിനീയറിങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. മാത്സിൽ ഒരു ഫോഴ്സ് ചെയ്ത് ഇഷ്ടപ്പെടുകയായിരുന്നു. അപ്പോൾ ഇത് ഒരു മൊണ്ടാഷാണ്. വളരെ കുറച്ച് പടങ്ങളേ ഉള്ളൂ താടിയില്ലാത്തത്. അപ്പോൾ അത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച്. ഇത് അച്ഛൻ്റെ ഒപ്പം ഉള്ളൊരു ഫോട്ടോ ആണ്. അച്ഛൻ എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു, നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിലും 44 വയസ്സ് ഡിഫറൻസ് ഉണ്ടെങ്കിലും ഞങ്ങളൊരു ഫ്രണ്ട്സിനെ മാതിരിയാണ്. അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അമ്മ 2 കൊല്ലം മുമ്പ് മരിച്ചുപോയി. അമ്മ ഒരു ഹിന്ദി ടീച്ചറായിരുന്നു. എന്നെ മാത്രം ഹിന്ദി പഠിപ്പിക്കാൻ അമ്മയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. യേശുദാസിനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങേര് കുറച്ച് പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ഹിന്ദിയിൽ. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹിന്ദി എനിക്ക് തീരെ പറ്റാത്തൊരു സംഭവമാണ്. എന്നിട്ട് നോക്കൂ എവിടെ നമ്മൾ വിട്ടുപോയെന്ന്, ബോംബെയിൽ. പക്ഷെ ചെന്നെത്തിയത് ഹിന്ദിയിലോ? അതെ, ഹിന്ദിയുടെ ഓരോ സ്ഥലങ്ങളിലെത്തി. അപ്പോൾ പിന്നെ ഈ മേളങ്ങളും നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടി ആണ് ഈ ഗോഡ്സ് ഓൺ കൺട്രി മാതിരി ഭഗവാന്മാർ പോകുന്നത്. അത്തച്ചമയത്തിൻ്റെ സമയത്ത് കഥകളിയും ഒരു റെഗുലറായിട്ടുള്ളൊരു ഫീച്ചറായിരുന്നു. ഇവിടെ കളിക്കോട്ടയിൽ അച്ഛൻ കൊണ്ടുവരുന്നു. എല്ലാം റിലക്റ്റൻ്റ് ആയിരുന്നു. അച്ഛൻ ഇതൊക്കെ മനസ്സിലായിരുന്നു. അച്ഛൻ ചേർത്തലേന്നാണ്. അപ്പോൾ കഥകളിയുടെ ഒരു വലിയൊരു ആരാധന. അച്ഛൻ്റെ അച്ഛനും കഥകളിയുടെ ഒരു ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ഭാരത് കഫേയുടെ കട്ട്ലറ്റ് ആയിരുന്നു മെയിൻ ഒരു ഇൻസെൻറ്റീവ് കഥകളിക്ക് വരാനായിട്ട്. ലാസ്റ്റ് അച്ഛൻ കളി മുഴുവൻ കണ്ടാൽ മേടിച്ചു തരും. ഈ സുരേഷ് കട്ട്ലറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനൊക്കെ അത് തന്നെയായിരുന്നു. അന്ന് ഭാരത് കഫിൻ്റെ കട്ട്ലറ്റ് ഭയങ്കര ഹിറ്റായിരുന്നു. അത് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു കഥകളിയെക്കാട്ടിലും. അതെ, കഥകളി നമുക്കൊന്നും മനസ്സിലാവരുന്നു. അത് സഹിക്കുകയായിരുന്നു അച്ഛന് വേണ്ടിയിട്ട്. സത്യം പറയുകയാണെങ്കിൽ ഒരു സാധനം മനസ്സിലാവരുന്നു. പക്ഷെ പിന്നെ അച്ഛൻ ഭയങ്കരമായിട്ട് ഇരുന്നൊക്കെ ആസ്വദിക്കും. അത് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ കട്ട്ലറ്റിൽ കിട്ടും. അത് അങ്ങനെ ഒരു സെറ്റപ്പായിരുന്നു അത്. വേറൊരു സംഭവം, ഞാനിങ്ങനെ വരച്ച കുറച്ച് പടങ്ങൾ കാണിക്കും. ഇതിപ്പോൾ ഇതെൻ്റെ അമ്മ, ഞാൻ ലാസ്റ്റൊക്കെ ഉണ്ടായത് കാരണം ഭയങ്കര ഒരുപാട് കാലം വരെ എന്നെ കുളിപ്പിക്കുമായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല മുടിയൊക്കെ വെട്ടി തരുന്ന അമ്മയായിരുന്നു. അപ്പോൾ ഒരിക്കലും ക്ലാസ്സിൽ ബാക്കിയുള്ളവരുടെയൊക്കെ മുടിയൊക്കെ വളരെ നീറ്റായിട്ട് വരുമ്പോൾ എൻ്റെ മാത്രം കുറച്ച്, അമ്മയുടെ സ്ട്രെയിറ്റൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു, സ്ട്രെയിറ്റ് ലൈൻ. പക്ഷെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഇത്തിരി ഡാർക്കായെന്ന് അമ്മയ്ക്കൊരു സംശയം ഉണ്ടായിരുന്നു എൻ്റെ സ്കിൻ. അപ്പോൾ പിയേഴ്സ് സോപ്പാണ് എനിക്ക് വേണ്ടി അമ്മ മേടിക്കാറ്. ചേച്ചിമാർക്ക് കിട്ടാത്തൊരു സോപ്പുമാണത്. ചേച്ചിമാർക്ക് കൊടുക്കില്ലായിരുന്നു ഈ പിയേഴ്സ് സോപ്പ്. എനിക്ക് മാത്രമായിട്ടുള്ളൊരു സ്പെഷ്യൽ സോപ്പായിരുന്നത്. ചേച്ചിമാർ എടുക്കാൻ പോകുമ്പോൾ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഒച്ചയൊക്കെ എടുത്ത് വഴക്കൊക്കെ പറഞ്ഞ് അവർക്ക് കൊടുക്കാറില്ല. സ്പെഷ്യലായിട്ട് എനിക്കാണ്. പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ടാണ് അമ്മ റിയലൈസ് ചെയ്തത് ഇതുകൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടായില്ല എന്ന്. അതൊന്ന് കണക്ട് ചെയ്ത് യു മേഡ് എ ഫിലിം. അതെ, ഇത് എന്നിട്ടും അച്ഛനും അമ്മയും ഞാനൊരു മീഡിയം കോംപ്ലക്ഷൻ ഉണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കോൺഫിഡൻസ് തന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് NIDയിൽ അഡ്മിഷൻ കിട്ടി അഹമ്മദാബാദിൽ. അപ്പോൾ അവിടേക്ക് പോയി. അവിടെ പോയിട്ട് കുറേ അതാണ് ഞാൻ. പിന്നെ വർഷങ്ങളോടുകൂടി താടി മാത്രം നന്നായിട്ട് വളർന്നു. പിന്നെ നമുക്കൊരു സംഭവം മനസ്സിലായി. നോർത്ത് ഇന്ത്യക്കാർ ക്ലിയറായിട്ട് പറയും കാര്യങ്ങൾ. നമ്മളൊരു കറമ്പനാണെന്നുള്ള കാര്യം ക്ലിയറായിട്ട് പറഞ്ഞു. യു ആർ നോട്ട് ബ്രൗൺ ബട്ട് യു ആർ ബ്ലാക്ക് എന്നുള്ള കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് പറയും. പിന്നെ കേരളത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മദ്രാസിയാണെന്നുള്ള കാര്യവും അവർ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. കോമൺലി കോൾഡ് ആസ് മദ്രാസി. മദ്രാസി എന്നുള്ളൊരു ഇത് കിട്ടി. നമ്മൾ എത്ര ശ്രമിച്ച് പറഞ്ഞിട്ടും അല്ല, ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഉണ്ട്, നമ്മുടെ ഭാഷയൊക്കെ വ്യത്യാസമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ്റെ താഴത്തുള്ളവർക്കൊക്കെ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. പക്ഷെ നമ്മൾ വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ഒരു ചെറിയൊരു റിവെഞ്ചിന് വേണ്ടിയിട്ട് ഒരു പടം ഉണ്ടാക്കി. ബേസിക്കലി നമ്മൾ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കണ്ടു വളർന്നൊരു സംഭവമാണ് കുറച്ച് ഫെയർ ആയിട്ടുള്ള ആളുകളോട് കൂടുതൽ റെസ്പെക്റ്റ്. കുറച്ച് വെയിൽ കൊണ്ട ആളുകളാണെങ്കിൽ ഇവനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാസ്റ്റ് വരെ നമുക്ക് കണ്ടുപിടിക്കും ഒരൊറ്റ നോട്ടത്തിൽ.
അത് നമ്മൾ കൊച്ചിലെ നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടൊക്കെ നമുക്ക് കിട്ടിയൊരു പണിഷ്മെൻറ്റാണ് അവിടെ പോയപ്പോൾ. എന്നാൽ ഈ ഇന്ത്യയിലുള്ള എല്ലാ ബ്രൗൺ ഷെയ്ഡ്സും പുറത്ത് പോകുമ്പോഴത്തേക്കും നമ്മളെല്ലാം ഒരു ബ്രൗൺസ് എന്ന് അവർ വിളിക്കുള്ളൂ. ലൈറ്റ് ബ്രൗണോ ഡാർക്ക് ബ്രൗണോ ഒന്നും നമ്മളെ വിളിക്കാറില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒരു പടം ചെയ്തു. ഇത് ചെയ്തത് 2015 നമ്മൾ യങ് ആയിട്ടുള്ള അനിമേഷൻ സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യാനായിട്ടൊരു ഇൻക്യുബേഷൻ പ്രോഗ്രാം ഉണ്ട് സ്റ്റുഡിയോയിൽ. അപ്പോൾ നമ്മൾ അവരുടെ ഫൈനൽ ഇയർ പ്രൊജക്റ്റുമാണ്. പിന്നെ നമ്മളത് കുറച്ചും കൂടി ഇനിഷ്യേറ്റീവ് എടുത്ത് പുഷ് ചെയ്ത് ഒരു പ്രൊഫഷണൽ ലെവലിൽ ഫിലിമാക്കാനായിട്ട് നമ്മളവരെ ട്രെയിൻ ചെയ്യിക്കുന്നു. അപ്പോൾ വിന്നി ആൻഡ് ബോസ് എന്ന് പറഞ്ഞൊരു മലയാളി കുട്ടി തന്നെ ആണ് ഡയറക്റ്റ് ചെയ്തത് ഇത്. ആ കുട്ടിക്കും ഇതുമാതിരി തന്നെ NID പോയപ്പോൾ മനസ്സിലായി നിറം എന്താണ്, ഷെയ്ഡിൻ്റെ സംഭവങ്ങളൊക്കെ മനസ്സിലായി. നോർത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. കേരളത്തിൽ നിന്ന് പോകുമ്പോൾ മിക്കവാറും പെട്ടെന്ന് മനസ്സിലാവുന്നൊരു കാര്യം അത്. അപ്പോൾ ഈ പടം ഒന്ന് കണ്ടു നോക്കും. സബ് ടൈറ്റിൽ ഇത്തിരി Congratulations, it's a boy. But, brown number. हे भगवान, अब क्या करेंगे? my God, why? പക്ഷെ സുരേഷിൻ്റെ ഒരു ഇൻസിഡൻ്റ് അത് സുരേഷ് പറഞ്ഞില്ല. സുരേഷ് NIDയിൽ എത്തിയത് ഒരു പെയിൻറ്റിങ് കോമ്പറ്റീഷനിൽ ഒരാൾ ഗൈഡ് ചെയ്തിട്ട് ഇന്നും അയാളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നല്ലേ. അതെ, അതൊരു വലിയ കഥയാണ്. ഞാനത് പറയാം. ഈ NID 91 എനിക്ക് NIDയിൽ അഡ്മിഷൻ കിട്ടുന്നത്. അത് ഇവിടെയൊക്കെ ഉണ്ടോയെന്നറിയില്ല അങ്ങനത്തെ ഒരു കക്ഷി. പക്ഷേ ഒരു യാദൃശ്ചികമായിട്ടുള്ളൊരു മനുഷ്യൻ പറഞ്ഞിട്ടാണ് അഡ്മിഷൻ കിട്ടിയത്. അതിൻ്റെ കഥ ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഈ ബിയനാലയ്ക്ക് വേണ്ടി നമ്മൾ ഇത്തവണത്തെ ബിയനാലയ്ക്ക് വേണ്ടി ചെയ്തൊരു പടം കാണിക്കാം. അതിൽ നമ്മുടെ തൃപ്പൂണിത്തുറയിലെ മണിമാളിക ഫീച്ചർ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ തൃപ്പൂണിത്തുറക്കാർക്കൊക്കെ ഒരു അഭിമാനത്തിൻ്റെ കാര്യമായത് കാരണം അത് കാണിക്കുകയാണ്. ഇത് ഇത്തവണത്തെ ബിനാലയുടെ തീമാണ്. അപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ ഐക്കോണിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ശബ്ദം, ഈ മീൻ വണ്ടിയുടെ ശബ്ദം ഇപ്പോൾ കുറേ പേര് അനൗൺസ്മെൻ്റൊക്കെയാണ്. പക്ഷെ നമ്മളൊക്കെ പണ്ടായിരുന്നപ്പോൾ ഇങ്ങനത്തെ ഒരു ശബ്ദമല്ലേ കേട്ടിരുന്നത്. ഇതൊക്കെ ഐക്കോണിക് ആയിട്ടുള്ള എയർ ഹോണിൻ്റെ ഒരു ഇതല്ല, ആ സാധനമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഈ ഒബ്സർവേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നതെല്ലാം. ഞാൻ ഈ NIDയിൽ അഡ്മിഷൻ്റെ കാര്യം പറയാൻ കാരണം തന്നെ അച്ഛനായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെയാണ്. കാരണം സുരേഷിൻ്റെ എല്ലാ വിജയത്തിൻ്റെ പിന്നിലും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം കൊണ്ട് നടന്ന് മത്സരിപ്പിച്ച്, അപ്പോൾ എല്ലാ അനിമേഷനിലും അച്ഛനൊരു ക്യാരക്ടറായിട്ട് വരും. അതും അച്ഛനെ നല്ലോണം കോമിക്കലി വരച്ചോണ്ടാണ് ചിലത് കാണിച്ചത്. അതെ, അച്ഛൻ എൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു കൊച്ചിലെ മുതൽ. അപ്പോൾ അതിന് കാരണമുണ്ട്. ഒന്നാമത് ഇവർക്ക് രണ്ടുപേർക്കും നല്ല പ്രായമായിട്ടുള്ള ആളുകളായത് കാരണം നമുക്ക് ഇവർ പെട്ടെന്ന് നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടി വളരെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. അപ്പോൾ അഫിനിറ്റി കൂടുതലായിരുന്നു ഈ അച്ഛനോടും അമ്മയോടും, ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. ഞാൻ അച്ഛനോട് ചോദിക്കും, അച്ഛാ ഇങ്ങനെ മരിച്ചു പോകുന്നൊക്കെ പറയണത് ശരിയാണോ? ഹേയ് എന്ന് പറയും പുള്ളി. അതൊന്നും പേടിക്കൊന്നുമില്ല, നത്തിങ് വിൽ ഹാപ്പൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഈ അച്ഛൻ്റെ കൺവിക്ഷനോടുകൂടി അച്ഛൻ പറയുന്ന കുറേ കഥകളുണ്ടല്ലോ. അതേമാതിരി തന്നെ അച്ഛൻ
എനിക്ക് 10 വയസ്സൊക്കെ മുതൽ ഭയങ്കര പേടിയായിരുന്നു ഇവരും പോവുമോ. കാരണം ബാക്കിയുള്ള ക്ലാസ്സിലെ അച്ഛന്മാരും അമ്മമാരൊക്കെ ചുള്ളന്മാരൊക്കെയാണ്, ഭയങ്കര യങ് ആയിട്ടുള്ള ആളുകൾ. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും മാത്രം നല്ല നരച്ച് വയ്യാതിരിക്കുന്ന മാതിരി ഒരു ഷേപ്പായിരുന്നു. അപ്പോൾ കുറച്ച് ആങ്സൈറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അതുകൊണ്ട് തന്നെ അച്ഛനിങ്ങനെ മീശയൊക്കെ അച്ഛൻ കറുപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. കുറേ കാലം വരെ കറുപ്പിച്ചുകൊണ്ട് നടന്നിരുന്നത്, ഈ തീപ്പെട്ടി കൊള്ളി വെച്ചിട്ട് ഇത്. അപ്പോൾ പിന്നെ റെഗുലറായിട്ട് മുടി ഇല്ലെങ്കിലും ബാർബർ ഷോപ്പിൽ പോകുമായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഒപ്പം പോയി പുള്ളിയുടെ ഒപ്പം ഇരിക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഈ കളറടിക്കുന്ന പരിപാടിയും ഒരു റിച്വലായിരുന്നു റെഗുലറായിട്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ ഫുഡിൻ്റെ ഒരു സിറ്റുവേഷൻ കാരണം നോൺ വെജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത അച്ഛനായിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പോൾ അതും ഇവിടുത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറേ റെസ്റ്റോറൻറ്റുകളിൽ, ചിലങ്ക അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്കാണ് പോയി കഴിക്കാറ്. പണ്ട് തൃപ്പൂണിത്തുറ ഇപ്പോഴത്തെ മാതിരി ആയിരുന്നില്ല. എല്ലാ കടകളിലും എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങളെ അറിയാം. ഞാനും അച്ഛനും നടക്കാൻ ഇറങ്ങിയാൽ അറിയാം. അപ്പോൾ ഞാൻ ആദ്യം പുറത്ത് നിൽക്കും, അച്ഛനെ കയറ്റി വിടും ചിലങ്കയിലേക്ക്. പുറത്തിറങ്ങാൻ നേരത്ത് ഞാൻ നോക്കും നമ്മുടെ അമ്മാവന്മാരോ ആരെങ്കിലും നടക്കണ്ടെങ്കിൽ. കാരണം അച്ഛൻ അമ്മയുടെ വീട്ടിലാണല്ലോ താമസിക്കണേ. ആ ജോലി, അച്ഛൻ്റെ ജോലി അച്ഛനെ കീപ്പ് ചെയ്യണമെന്നുണ്ട്. കാരണം അമ്മാവന്മാർ കണ്ടുപിടിക്കുകയാണെങ്കിൽ മിക്കവാറും ഫയർ ചെയ്യും അച്ഛൻ്റെ ജോലിയിൽ നിന്ന്. അത് കാരണം അച്ഛൻ്റെ എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു. ഇത് നമ്മൾ രണ്ടുപേരും ചിക്കനും പൊറോട്ടയും അടിക്കുന്ന രംഗമാണ്. ഇത് ഓൾമോസ്റ്റ് റെഗുലറായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. വളരെ കാലങ്ങൾ വരെ ആളുകൾക്ക് അറിയില്ലായിരുന്നു. ചിലപ്പോൾ വീട്ടിലേക്ക് ഓംലെറ്റ് കൊണ്ട് തരാറുണ്ട്. അതും വലിയൊരു സംഭവമായിരുന്നു നമുക്ക്. അത് ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കും, ബാത്റൂമിലൊക്കെ ഇരുന്നാ കഴിക്കാറ് ഈ സാധനങ്ങൾ. വേറെ നിവൃത്തിയില്ലാതെ. കാരണം അമ്മ കണ്ടു കഴിഞ്ഞാൽ പട്ടി വരെ ഇഡ്ഡലിയാണ് കഴിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനിങ്ങനെ ഒരുപാട് ക്രാഫ്റ്റൊക്കെ അറിയാമായിരുന്നു. ഓല കൊണ്ട് PP ഉണ്ടാക്കാനും പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. പിന്നെ ഞാനും അച്ഛനും പെട്ടെന്ന് നല്ല വളർച്ച ഉണ്ടായിരുന്ന കാരണം ഓൾമോസ്റ്റ് പെട്ടെന്ന് തന്നെ 10-12 വയസ്സ് തന്നെ അച്ഛൻ്റെ പൊക്കം എനിക്ക് കിട്ടി. കുറച്ച് പേര് കളിയാക്കി എന്നെ അച്ഛനെ പാച്ചും കോവാലെന്നാണ് വിളിക്കാറ് നമ്മുടെ ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ റിവേഴ്സലായി. പിന്നെ അച്ഛൻ എപ്പോഴും വണ്ടിയൊക്കെ വരുന്ന കാരണം അച്ഛൻ ആ റോഡ് സൈഡിൽ നടക്കും. പിന്നീട് ഞാൻ അച്ഛൻ ഈ സൈഡിൽ നടത്തി തുടങ്ങി. പിന്നെ അച്ഛൻ നന്നായിട്ട് സിഗരറ്റ് വലിക്കായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനെ ഇൻസിസ്റ്റ് ചെയ്ത് കുറേ സിഗരറ്റൊക്കെ ഞാൻ വലിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനും തുടങ്ങി. പിന്നെ അച്ഛൻ എന്നോട് വലിയ വേദബോധം വരും, അങ്ങനെ മോനെ എങ്ങനെ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മളിതൊക്കെ കണ്ട് വളർന്ന കാരണം വകവയ്ക്കാറില്ലായിരുന്നു. അപ്പോൾ പക്ഷേ ഇതുമാതിരി ഭയങ്കര ഒരു ക്യാരക്ടറായിരുന്നു. ഇപ്പോൾ വരയ്ക്കുന്ന കഥാപാത്രങ്ങളൊക്കെ അച്ഛൻ റെഗുലറായിട്ട് എൻ്റെ പുസ്തകങ്ങളിലൊക്കെ അച്ഛനെ വരച്ച്, ഗണപതിക്ക് വരെ അച്ഛനായിരിക്കും ആദ്യം വരയ്ക്കണേ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ കണ്ടിട്ടുണ്ടിനെ പറ്റി പറയാം. കണ്ടപ്പോഴായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനെ കുറച്ചും കൂടി പരിചയം വന്നത്. അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷനാണ് അച്ഛൻ വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഈ നടപ്പ് ഞാനും അച്ഛനും ഈ തൃപ്പൂണിത്തുറയിൽ നടന്ന് ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തും കണക്ട് ചെയ്തും ഊട് വഴികളിൽ കൂടെയൊക്കെ പോയി തൃപ്പൂണിത്തുറ ഫുള്ളായിട്ട് ഞങ്ങൾക്ക് തറവായിരുന്നു. ഇപ്പോൾ പറവോത്സവം നടക്കുന്ന സമയത്ത് ഞാനും അച്ഛനും പല പല വീടുകളിലും ഇങ്ങനെ പോയിട്ടുണ്ട്. രാത്രി ഈ തൃപ്പൂണിത്തുറയിലെയും എരൂരും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലങ്ങളും വഴികളും ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്ലോറിങ് ഒരു നേച്ചറായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ അച്ഛൻ ഒരുപാട് ഭൂതങ്ങളുടെ കഥയൊക്കെ പറയുമായിരുന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം റിയാലിറ്റി ആയിരുന്നു. അതൊരു ഫിക്ഷൻ അല്ലായിരുന്നു. പിന്നീട് നമുക്ക് മനസ്സിലായി ഇത്രയും ഒരു ഒറേറ്റോറിയൽ കപ്പാസിറ്റി ആയിട്ടുള്ള ഒരാളാണ് അന്ന് റിയലൈസ് ചെയ്ത് തന്നെ വളരെ വൈകിട്ടാണ്. അപ്പോഴാണ് ഈ കണ്ടിട്ടുണ്ടെന്നുള്ള പടം ചെയ്തത്. കണ്ടിട്ടുണ്ട് പടം ഡയറക്റ്റ് ചെയ്ത അതിഥി ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ പടത്തിൻ്റെ ഞാൻ 2015 അച്ഛനുമായിട്ടുള്ള സംസാരം ഞങ്ങളിങ്ങനെ സംസാരിക്കണ മാതിരി ഫോണിൽ റെക്കോർഡ് ചെയ്തതാണ്. പക്ഷെ അത് ഒരു പടമാക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം പക്ഷെ അതിന് നമ്മുടെ സ്റ്റുഡിയോയിലും കുറേ പേർക്ക് അതിനെപ്പറ്റിയൊരു വലിയ വിശ്വാസമില്ലായിരുന്നു, ഇതെന്തൊരു പടം ആവുമോ എന്നൊക്കെയുള്ളത്. പക്ഷേ ഇയാൾ അതിഥി ഷി വാസ് ജസ്റ്റ് 22. ആ സമയത്ത് ഇങ്ങനെ അത് നോക്കിയിട്ട് അച്ഛൻ്റെ ക്യാരക്ടർ ആദ്യം അച്ഛൻ്റെ ഫുട്ടേജ് വച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അച്ഛനെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഫോണിലാണ് ഷൂട്ട് ചെയ്തത്.
ഇത് അൺസ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ അതേ സംഭാഷണം തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചേക്കണേ. കാരണം അച്ഛനൊരു ആർട്ടിസ്റ്റൊന്നുമല്ല ഈ സ്ക്രിപ്റ്റ് എഴുതിയാൽ അതുമാതിരി വായിക്കാനൊക്കെ. അച്ഛൻ പറഞ്ഞത് അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിച്ചേക്കാണ്. അപ്പോൾ അങ്ങനെയാണ് കണ്ടിട്ടുണ്ടായത്. അതിഥി അച്ഛനെ വരച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ ഫുൾ അനിമേഷൻ ആക്കാമെന്ന് പറഞ്ഞ് ചെയ്ത ഒരു പടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് കാണിക്കാം. എൻ്റെ അച്ഛൻ്റെ പേര് പാഴുമടത്തിൽ നാരായണ പണിക്കർ കേശവ പണിക്കർ. അച്ഛനിപ്പോൾ 89 വയസ്സായി. അച്ഛനൊരു ജോളി ഗുഡ് ഫെലോ. എല്ലാ ആഴ്ചയിലും പുള്ളി സിനിമയ്ക്ക് പോകും. പിള്ളേരോടൊക്കെ നുണ പറഞ്ഞ് പുള്ളി ഓടിപ്പോവും. ഈ സിനിമയുടെ കഥകളും നാടൻ കഥകളും ഒക്കെ മിക്സപ്പ് ചെയ്തിട്ടും പുള്ളിയുടെ തനതായിട്ടുള്ള കുറേ നുണകളും ഒക്കെ കൂട്ടിയിട്ടാണ് പുള്ളി കഥകൾ ഉണ്ടാക്കണേ. സംസാരം വളരെ ഇഷ്ടമായിട്ടുള്ള ഒരാളാണ്. ഒരുപാട് നുണ മിക്സ് ചെയ്ത് മനുഷ്യവ്യക്തികളും എല്ലാം കൂട്ടിയാണ് പുള്ളി സംസാരിക്കണേ. എപ്പോഴും ആളുകളോടൊക്കെ ഔട്ട് ഗോയിങ് ആയിട്ട് സംസാരിക്കാനും. അതുകൊണ്ട് തന്നെ സബ്ജക്ട്സും ഒരുപാടുണ്ട് പുള്ളിയുടെ കയ്യിൽ ഇറക്കാനായിട്ട്. ലാസ്റ്റ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്ന ഇലക്ട്രിസിറ്റി കാരണം കുറേ ഭൂതങ്ങളൊക്കെ വഴി മാറിപ്പോയി. ഇപ്പോൾ ഭൂതങ്ങൾക്ക് ഈ കമ്പിയിലൊക്കെ തൊട്ട് ഷോക്ക് അടിക്കണ കാരണം പുള്ളിക്ക് റെഡി ആൻസർ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ. ഇതാണ് എൻ്റെ ജസ്റ്റിഫിക്കേഷൻ. ഇത് ഇങ്ങനത്തെ ഒരു സംഭവം വളരെ കുറച്ച് പേർക്ക് കാണാൻ കിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്ന പടങ്ങൾ എങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. അപ്പോൾ ഇത് ആളുകളോടൊക്കെ ഔട്ട് ഗോയിങ് ആയിട്ട് സംസാരിക്കാനും ആയിട്ടുള്ള ഈ ജന്തുവിനെ കാണാം. ഞാൻ പറഞ്ഞാലേ ആണ് പുറത്തിറങ്ങുന്നത്. 2:30 മണി. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പുറകിൽ നടക്കുന്ന സംഭവങ്ങൾ. അപ്പം പിന്നെ തൃപ്പൂണിത്തുറയിലെ കുറച്ച് പേരും ഉണ്ടായിരുന്നു. ചെണ്ടയൊക്കെ ഹരി ഒക്കെയാണ് ചെയ്തത്. ഇടയ്ക്കയും ചെണ്ടയൊക്കെ ശബ്ദം. റസൂൽ പൂക്കുട്ടിയാണ് ശബ്ദം ചെയ്തത്. നന്ദു കർത്ത മ്യൂസിക് ചെയ്തത്. നാഷണൽ അവാർഡ് ഈ പടത്തിന് കിട്ടിയപ്പോഴത്തേക്കും അച്ഛനോട് പറഞ്ഞു അച്ഛനാണ് പോയി മേടിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ആകെ ഭയങ്കര നാണം. ഇതിപ്പോൾ പ്രസിഡൻറ്റിൻ്റെ അടുക്കൊക്കെ പോയിട്ട് ഇങ്ങനത്തെ കഥയൊക്കെ പറഞ്ഞതിൻ്റെ ഒരു അവാർഡ് മേടിക്കാന്ന് പറഞ്ഞു. അച്ഛൻ ഇത് ആ മൊമെൻ്റാണ്. അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ്റെ റിയാക്ഷൻ ആ സമയത്ത് പറഞ്ഞപ്പോൾ. പിന്നെ ഞാൻ ഈ പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് പെയിൻറ്റിങ് കോമ്പറ്റീഷനിൽ അച്ഛനാണ് എന്നെ കൊണ്ടുപോകാറ് എല്ലായിടത്തും. അപ്പോൾ ഞാൻ ഈ കുറേ പെയിൻറ്റൊക്കെ കൊണ്ടുപോയി പെയിൻറ്റ് ചെയ്യും. അച്ഛൻ അതിൻ്റെ പുറകിൽ നിന്ന് കാണും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ പിന്നെ ഇതുമാതിരി ഒരിക്കൽ പെയിൻറ്റിങ് കോമ്പറ്റീഷന് പോയപ്പോൾ ബോയ്സ് സ്കൂളിൽ വെച്ചിട്ടൊരു പെയിൻറ്റിങ് കോമ്പറ്റീഷനിലായിരുന്നു ഈ അത്തച്ചമയത്തിൻ്റെ സമയത്ത്. ആ സമയത്ത് ഇതുമാതിരി പെയിൻറ്റിങ് കഴിയുമ്പോൾ അച്ഛൻ പുറത്ത് നിൽക്കും. പേരൻസിനൊന്നും അടുപ്പിക്കില്ലല്ലോ പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത്. അത് കഴിഞ്ഞിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞാൽ എല്ലാവർക്കും വന്ന് കാണാം. അപ്പോൾ അച്ഛൻ അതുമാതിരി അകത്ത് വന്ന് നോക്കുമ്പോൾ അച്ഛൻ എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ അടുത്തേ നിൽക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ റിയാക്ഷൻ ഒന്ന് കാണാനായിട്ടാണ്. കുറേ പേര് പെയിൻറ്റിങ് കാണണമെങ്കിൽ പിന്നീട് ഒന്ന് പറയും, ഏട്ടാ നിനക്ക് അടിച്ചു എന്നതാണ് പ്രൈസ്. അപ്പോൾ
അതുമാതിരി അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വേറൊരു കക്ഷി വന്നു ആ സമയത്ത്. ഇത് ഞാൻ 12th പഠിക്കുമ്പോഴാണ് 91. ഇത് 91 ആലോചിക്കണം, ഇൻ്റർനെറ്റൊന്നുമില്ല, ഗൂഗിളില്ല, നമുക്ക് NID എന്ന് പറഞ്ഞ സ്ഥലം അറിയാനൊന്നും ഒരു ചാൻസും ഇല്ല, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക്. തൃപ്പൂണിത്തുറന്ന് വേറെ ആരും NIDയിൽ പോയിട്ടുമില്ല. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, ഇതാരുടെയാണ് ഈ പെയിൻറ്റിങ്? അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ എൻ്റെ മോൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര പ്രൗഡോടുകൂടി പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, യു ഷുഡ് ഗോ ടു NID. അപ്പോൾ അച്ഛൻ ചോദിച്ചാൽ NIDയിൽ എങ്ങനെയാണ്? അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസൈൻ, അവിടെയാണ് പോകേണ്ടത് കുട്ടി. അവിടെ സെപ്റ്റംബർ ആകുമ്പോൾ പേപ്പറിൽ നോക്കിയാൽ മതി, ഒരു ടെൻഡർ മാതിരി വരും ആപ്ലിക്കേഷൻ ഫോമിന് വേണ്ടിയിട്ടുള്ള ഇത്. അപ്പോൾ അവർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 25 രൂപ അയച്ച ആപ്ലിക്കേഷൻ ഫോം വരും. അതിൽ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അവർ എക്സാമിന് വിളിക്കും. അത് മദ്രാസിലായിരിക്കും. മദ്രാസിൽ എക്സാം കഴിഞ്ഞാൽ അവർ 100 പേരെ NID അഹമ്മദാബാദിലേക്ക് വിളിക്കും. ഇൻ്റർവ്യൂവിനും ഗ്രൂപ്പ് ഡിസ്കഷനും വലിയ സംഭവമായിട്ട്. അവസാനം 30 പേരെ ഇന്ത്യയിൽ നിന്ന് എടുക്കും, ഫുൾ ഇന്ത്യയിൽ നിന്നും. അപ്പം അച്ഛൻ, അത് ശരി, അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞാൽ എന്നോട് ഞാനും പറഞ്ഞത് നല്ലൊരു പരിപാടി. ഞാൻ അപ്പോഴത്തേക്കും എത്തി. പുള്ളി അങ്ങനത്തെ ഫേസ് വേഗമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇതാണ് പിന്നീട് സ്കൂളിലും കുറച്ച് പേര് NIDയെ പറ്റിയൊക്കെ അറിഞ്ഞു തുടങ്ങി. പുറത്തുനിന്നുള്ള കുറച്ച് ടീച്ചർമാരൊക്കെ വന്നപ്പോൾ അവരും പറഞ്ഞു NID എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പക്ഷെ അങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ എഴുതുന്നതും. അച്ഛൻ എഴുതിയിട്ട് നമ്മൾ പിന്നെ ആദ്യമായിട്ട് ചെന്നൈയിലേക്ക് പോവാണ്. അവിടെ പോയി എക്സാം എഴുതുന്നു, പിന്നെ അഹമ്മദാബാദിൽ പോയി ചെയ്യുന്നു. എല്ലാ തവണയും ഞാൻ അച്ഛനോട് പറയായിരുന്നു, ഇത് ഞാൻ നോക്കട്ടെ ഒരു പ്രാവശ്യം, ഇത്തവണ കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണ എങ്ങനെയും കിട്ടുന്ന അച്ഛനെ ഒന്ന് സമാധാനിപ്പിക്കാറുണ്ട് ഞാൻ. പക്ഷെ ലക്കിലി ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് NID സംഭവിച്ചത്. അപ്പോൾ എല്ലാ തവണയും പെയിൻറ്റിങ് കോമ്പറ്റീഷന് പോകുമ്പോൾ ഈ സമ്മാനമൊക്കെ കിട്ടുമ്പോഴത്തേക്കും അച്ഛൻ ഭയങ്കര എന്തുവാ. പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 2 ദിവസം കഴിഞ്ഞ് അവരെ ഫോൺ ചെയ്ത് ചോദിക്കും, എന്താ റിസൾട്ട് ആയോ? ഭയങ്കര ഈഗർനെസ്സൊക്കെ അച്ഛനാണ് കൂടുതൽ. അപ്പോൾ അങ്ങനൊരു ക്രൗഡിലൊക്കെ ഇരുന്ന് എപ്പോഴും കയ്യടിയും ബഹളവും. ഇപ്പോൾ നാഷണൽ അവാർഡിന് ഞാൻ അച്ഛനെ കൊണ്ടുപോയി. അതിൻ്റെ ഒരു ഡ്രോയിങ് ആണിത്. അവസാനം അച്ഛൻ പ്രസിഡൻ്റായി നിന്ന് മേടിച്ചു. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ കൊല്ലം അച്ഛൻ ഏറ്റവും ഓൾഡസ്റ്റും അതിഥി ഏറ്റവും യങ്ങസ്റ്റും ആയിരുന്നു അവാർഡ് മേടിക്കുന്നതിൻ്റെ കൊല്ലം. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് കാണിക്കുകയാണ്. Shri P.N.K. Panikkar, the veteran on the stage, deserves a huge round of applause, ladies and gentlemen. നമുക്ക് അദൃശ്യനായ വ്യക്തിക്ക് നന്ദി പറയാം എന്തായാലും. അതുകൊണ്ട് സുരേഷ് നമ്മുടെ പേരിക്കാനും തൃപ്പൂണിത്തുറയ്ക്ക് ഒരു അഭിമാനമാവുകയും അതുപോലെ അച്ഛനോടും. അതെ, അച്ഛന് ഞങ്ങൾ പറഞ്ഞിരുന്നു കൊണ്ടുവരണം എന്ന്, പക്ഷേ എനിക്ക് വേണേ അച്ഛന് മൊബിലിറ്റി ഇത് അച്ഛനിപ്പോൾ പഴയ മാതിരി ഒരു മൂവ്മെൻ്റ് ഇല്ല. എന്നാലും ആളുകളെ കാണുന്നതൊക്കെ വലിയ സന്തോഷമാണ്. ഇത് ഈ പടം കഴിഞ്ഞ പിന്നെ അച്ഛന് ഒരുപാട് ശ്രദ്ധയും ഒക്കെ വന്ന പിന്നെ ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കും. ആളുകൾ പുറത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അതൊക്കെ അച്ഛന് സന്തോഷമാണ്. എന്നാലും യൂട്യൂബിലൊക്കെ ഇരുന്ന് കമൻ്റൊക്കെ വായിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള അപ്പൂപ്പൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അച്ഛന് വലിയ സന്തോഷമോ. അതൊക്കെ സ്മാർട്ടാണ്. ഇപ്പം 96 ഇയേഴ്സായി അച്ഛന്. ഇന്നലെ ഞാൻ സുരേഷിനെ ഇതിൻ്റെ ഒരു ഇത് മീറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആകെ 1-2 പ്രാവശ്യം മീറ്റ് ചെയ്തു, പക്ഷേ ആ എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമാണ്. പക്ഷെ അപ്പോൾ പറ വരുന്നതുകൊണ്ട് അദ്ദേഹം ഓടി അതൊക്കെ ഓടും. ഇങ്ങനത്തെ പ്രൊസഷനൊക്കെ ഏത് റാലിയൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ തുടക്കം മുതൽ കണ്ടില്ലെങ്കിൽ അച്ഛന് നിരാശയാണ്. ആ ചെണ്ട മുതൽ കാണണം. അപ്പോൾ വലിച്ചുകൊണ്ട് ഓടും അച്ഛൻ. ഈ സുരേഷിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ആദ്യം അച്ഛൻ സുരേഷിനെ പറ്റിക്കുമായിരുന്നു. അതായത് നടക്കാൻ കുറച്ച് ദൂരമേ ഉള്ളൂ. പിന്നെ സുരേഷ് പറ്റിച്ചു എന്നുള്ളതാണ് പിന്നീടുള്ള കഥ. ഏത് ഈ പടം കാണിച്ചിട്ടല്ലേ? നടത്തം അച്ഛനെ നടത്തിക്കാനും. അത് ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് വന്നപ്പോൾ അച്ഛനെ കൊണ്ട് മുക്കോട്ടിൽ നടത്തിക്കൊണ്ടുപോയി. അച്ഛൻ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഇത് മതി മോനെ, നമുക്ക് ഇനി ഓട്ടോറിക്ഷ പോകാം. ഞാൻ പറഞ്ഞു അച്ഛൻ നടന്നു നോക്കാം, പണ്ടൊക്കെ അച്ഛൻ നടക്കാറുള്ളതല്ലേ. അതൊക്കെ പോയി കണ്ടിട്ട് അവസാനം നടന്നു മുക്കോട്ടിൽ വരെ NSൻ്റെ അവിടെ നിന്ന് മുക്കോട്ടിൽ പോയി തിരിച്ചു വന്നു. ഒരു പ്രശ്നമില്ല പുള്ളി. അങ്ങനത്തെ ഈ സെയിം പരിപാടി അച്ഛൻ സുരേഷിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അതാണ് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പം പകരം വീട്ടിൽ അത് ഭയങ്കരമായിട്ട് ചെയ്തിരുന്ന ഒരു ചീറ്റിംഗ് ആണ്. നടത്തിക്കാനായിട്ട് ആ ലാമ്പ് വരെ ഉള്ളൂ, ആ സ്ട്രീറ്റ് ലാമ്പ് കണ്ടില്ല, അവിടം വരെ നടന്നാൽ മതി.
അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഇങ്ങനെ റോഡ് പിന്നെയും കിടക്കുക. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അച്ഛാ അതേ ആ അപ്പുറത്ത് ഞാൻ തെറ്റിപ്പോയത്, എനിക്ക് കുറച്ചും കൂടി അങ്ങോട്ട് നടന്നാൽ മതി. അങ്ങനെ നടത്തി ഒരുപാട് ഇതാക്കിയിട്ടുണ്ട്. വേറൊരു സംഭവം സംഗീതം, ആ ഒരു മേഖല. പാട്ട് ഈ വരയെക്കാട്ടിലും കൂടുതൽ പാട്ടായിരുന്നു കൂടുതൽ. കാരണം ചേച്ചിമാർ അവർ രണ്ടുപേരും നന്നായിട്ട് വരയ്ക്കും, അവർ പാട്ടും പാടുമായിരുന്നു. തൃപ്പൂണിത്തുറ ലളിത ടീച്ചറാണ് പഠിപ്പിച്ചിരുന്നത്, പിന്നെ എന്നെയും പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പൊൻകുന്നൻ രാമേന്ദ്രൻ സാറ് പിന്നെ പഠിപ്പിച്ചു തുടങ്ങി. എൻ്റെ ശബ്ദം മാറിയപ്പോൾ, കാരണം അതുവരെ ലളിത ടീച്ചറാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒരു സാധനം വരച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊൻകുന്നൻ രാമൻ സാറിന് അറിയാമോ ഇവിടെ എല്ലാ ആൾക്ക്? പൊൻകുന്നൻ രാമൻ എല്ലാവർക്കും അറിയാമോ? എല്ലാവർക്കും അറിയപ്പെടുന്നത്. ഇപ്പോൾ സാറിനൊരു ഒരു സ്റ്റൈലുണ്ട് പാടുമ്പോൾ, കുറച്ച് ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ നന്നായിട്ട് കുറച്ച് കൊണ്ടോട്ട് ചെയ്തിട്ടൊക്കെയാണ് പാടാറ്. അപ്പം ഞാനും അങ്ങനെ തന്നെ പാടി തുടങ്ങി അവസാനം. കാരണം സാറിൻ്റെ ശിഷ്യന്മാരും എല്ലാവരും അങ്ങനെയാണ് പാടിരുന്നത്. കുറച്ച് ബ്രിഗയൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫുൾ ഫിസിക്കലായിട്ടുള്ളൊരു മൂവ്മെൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ മിറർ കാണുന്നില്ല, നമ്മളെങ്കിൽ മുഖം എങ്ങനെ ഇരിക്കണമെന്ന് പാടുമ്പോൾ. അപ്പോൾ അത് കാരണം പിന്നെ കുറേ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ എൻ്റെ ഒരു ഇമാജിനേഷൻ കുറേ പേര് ഓടിപ്പോകുമായിരുന്നു എന്നുള്ളതാണ്. വീട്ടിൽ പാടുമ്പോൾ മാത്രം എല്ലാവരും ഭയങ്കരമായിട്ട് ആസ്വദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാനത് സാധാരണ വിളക്കൊക്കെ നോക്കിയിട്ടാണ് പാടാറ്, മുഖം കാണാറില്ല ആരും പാടുമ്പോഴത്തേക്കും. ഏറ്റവും ഇളയതായതുകൊണ്ട് സഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നീട് അത് കൂടിയാണ് വന്നത്, ഈ ഗോഷ്ടി എന്ന് പറയുന്ന സാധനം. പിന്നെ ഒരിക്കലും മിറർ നോക്കിയപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വൈഫ് ഗുജറാത്തിയാണ്. അവർക്ക് കർണാടക മ്യൂസിക്കിനെ പറ്റി അങ്ങനെ വലിയൊരു ഇംപ്രഷനോ അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷനോ ഒന്നുമില്ല. പിന്നെ കുട്ടിയായപ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി, പാട്ട് നിർത്തേണ്ടി വന്നു അവസാനം. പിന്നെ അത് കഴിഞ്ഞിട്ട് കോവിഡ് കാലം വന്നപ്പോൾ വീട്ടിലെങ്ങനെ അടച്ചു പൂട്ടിയപ്പോഴത്തേക്കും പിന്നെയും ഈ പരിപാടി തുടങ്ങി. അതോടുകൂടി നമ്മുടെ കുട്ടിയും രാജ്യം വിട്ട് കാനഡയിലേക്ക് പഠിക്കാൻ പോയി. അതാണ് പാട്ടിൻ്റെ കഥ. ദ്രുപദ് സംഗീതം പഠിച്ചിട്ട ആളും കൂടിയാണ് നമ്മൾ പറയുമ്പോൾ. പഠിച്ചിട്ടുണ്ട്, ഹിന്ദുസ്ഥാനിയും പഠിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പോയിട്ട് ഹിന്ദുസ്ഥാനിയും പഠിച്ചു, ദ്രുപദും കുറച്ച് പഠിച്ചു. അനസിയിലെ അവാർഡ് കിട്ടിയ പടത്തിനെ പറ്റി പറയാം. ഇത് ഇന്ത്യയിലെ വൂളിനെ പറ്റിയിട്ടുള്ള ഒരു പടമാണ്. നമ്മൾ പടം ഉണ്ടാക്കിയതും വൂൾ കമ്പിളി വെച്ചിട്ടാണ്. കമ്പിളി എന്നല്ലേ നമ്മൾ വിളിക്കണേ? കമ്പിളി വെച്ചിട്ടാണ്, കമ്പിളി നൂല് വെച്ചിട്ടുള്ള ഈ പടം ചെയ്തേക്കണേ. ഇതിൻ്റെ ഒരു പാരഡോക്സ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ നമ്മൾ വിചാരിക്കുന്ന കാര്യമില്ല, 42 ബ്രീഡ് ഷീപ്പുണ്ട് നമ്മുടെ രാജ്യത്ത്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൂള്, നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വൂളാണ് വേൾഡിൽ. 45 മില്യൺ ടൺ വൂളിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. അതിൽ 35 മില്യൺ നമ്മൾ ഡിസ്പോസ് ചെയ്യാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ നമ്മളത് കത്തിച്ച് കളയാണ്. അതിലും ഭയങ്കര ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഓൾമോസ്റ്റ് 80 മില്യൺ ടൺ നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വേൾഡിലെ നമ്പർ 1 വൂൾ ഇമ്പോർട്ടർ ആണ് ഇപ്പോൾ. ഈ പാരഡോക്സിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടും ഇതുകൊണ്ട് വൂൾ എക്കണോമി ഭയങ്കരമായിട്ട് സഫർ ചെയ്യാണ്. നമ്മുടെ രാജ്യത്ത് ഈ പാസ്റ്ററലിസ്റ്റിൻ്റെ ജീവിതം ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ കേരളത്തിലൊഴിച്ച എല്ലാ സ്റ്റേറ്റിലും ഒരു ഷീപ്പിൻ്റെ ബ്രീഡ് ഉണ്ട്, 1 or 2 ഉണ്ട്, തമിഴ്നാട്ടിൽ വരെ ഉണ്ട്. അപ്പം ഇവർ 6 മാസത്തോളം അവരുടെ ഫാമിലിയോടൊപ്പമാണ് യാത്ര ചെയ്യണേ. ഇപ്പോൾ ഫാമിലി വീടൊക്കെ പണിത് നിൽക്കുന്നു, പക്ഷേ ഷെപ്പേർഡ്സ് ഇവരുടെ ഒപ്പമാണ് പോകുന്നത്. ഷെപ്പേർഡ്സ് നമ്മൾ വിചാരിക്കുന്ന മാതിരി ഇവരെ ഗൈഡ് ചെയ്യല്ല, ഇവരെ മേച്ച് കൊണ്ടുപോകല്ല. കുറേയൊക്കെ ഷെപ്പേർഡ്സിനെ ഫാമിലിയെ രക്ഷപ്പെടുത്തുന്നത് ഈ ഷീപ്പും അവരുടെ ജീവിത രീതി കൊണ്ടാണ്. ഷീപ്പിനൊക്കെ ഈ ഹറിക്കെയിൻസും ടൈഫോൺസും ഒക്കെ പ്രിമോണിഷൻ അതിന് പ്രിയംപ്റ്റ് ചെയ്യാൻ പറ്റും. വരുന്നുണ്ടെങ്കിൽ അവർ ആ റൂട്ട് അവോയ്ഡ് ചെയ്തൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് ആളുകളും സർവൈവ് ചെയ്തിരുന്നത്. മാത്രമല്ല, പിന്നെ അവരുടെ ഈ ഷീപ്പിൻ്റെ മലമൂത്രമൊക്കെ ഫീൽഡുകളിൽ പോകുമ്പോൾ അത് ഭയങ്കര ഓർഗാനിക്കായിട്ട് ഫെർട്ടിലൈസ്ഡായി
പ്രൊഡ്യൂസർ കർഷകന്മാരൊക്കെ അവരെ ഇൻവൈറ്റ് ചെയ്യും ഗ്രേസ് ചെയ്യാൻ. നമ്മുടെ നാട്ടിലും ഇന്ത്യയും ബാക്കി വിദേശങ്ങളായിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താ, റേഞ്ചിലാണ് പുറത്തൊക്കെ ഷീപ്പിനെ ഫ്ലോക്ക് ചെയ്യാണ്. ലണ്ടൻ UK ആണെങ്കിലും യു ക്യാൻ സി വലിയ വലിയ റേഞ്ചുകളിൽ ഫെൻസ് ചെയ്തിട്ടാണ് ഷീപ്പിനെ വിടുക. അവർക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ല. അവർ ഒരേ സ്ഥലത്ത് തന്നെയാണ് നിൽക്കണേ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവരൊരു 3000-4000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് തിരിച്ചു വരണേ. നമ്മുടെ നാട്ടിലൊരു ഇതുമാതിരത്തെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്, ആർക്കെങ്കിലും അറിയാമോ? ഒരു 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 ആനിമലിൻ്റെ ഒരു വകഭേദം ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. തമിഴ്നാട് ചുറ്റി എല്ലാ കൊല്ലം പോകുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ ഇവിടുത്തെ താറാവിനെ കൊണ്ട് നടക്കുന്ന ആളുകൾ ചുറ്റി തമിഴ്നാട് വഴിക്ക് കയറി വരുന്ന ഒരു റൂട്ടുണ്ട് ഇവിടെ. അത് അവരിങ്ങനെ നമ്മൾ കാണുന്നവർ അവർ നിൽക്കുമെന്നല്ല, അവർ ഡെയിലി പോയിട്ട് വരുന്നവരല്ല, അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയ ഒരു ടവർ പണിയാണ്, ഒരു ഹാർബർ പണിയുന്നു, പോർട്ട് പണിയുമ്പോഴോ പാലം പണിയുമ്പോഴോ ഇവരുടെ റൂട്ടിനെ ഡിസ്റപ്റ്റ് ചെയ്യുകയാണ്, ഇവരുടെ നാച്ചുറലായിട്ട് റൂട്ടിനെ ഡിസ്റപ്റ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു പടം ചെയ്തു. മ്യൂസിക് 2 തരത്തിലാണ്. ഒന്ന് എഴുതിയ ആൾ സ്വാനൻ കിർക്കറെ എന്ന് പറഞ്ഞ മ്യൂസീഷ്യനാണ്. അപ്പോൾ അങ്ങേര് തന്നെയാണ് പാടിയതും. അങ്ങേര് എഴുതിയത് ഈ ലോക്കലായിട്ടുള്ള ഷെപ്പേർഡ്സിൻ്റെ ഫോക്ക് മ്യൂസിക് ഉണ്ട്, അതിനെ ബേസ് ചെയ്ത് സ്ട്രക്ചർ ചെയ്തിട്ടാണ് അങ്ങേര് ഇത് കമ്പോസ് ചെയ്തത്, എഴുതിയത് തന്നെ. പിന്നെ രജത് ധോലക്കി എന്ന് പറഞ്ഞൊരു വളരെ പ്രശസ്തനായിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്ന അങ്ങേരുടെ ഒപ്പമാണ്. അപ്പോൾ അങ്ങേരാണ് മ്യൂസിക് ഡയറക്റ്റ് ചെയ്തത്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ സംഭവം ചെയ്തത്. ഗംഭീരം. നമ്മുടെ സമയ പരിമിതി മൂലം കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. വീട്ടിൽ ആദ്യം വരച്ച ഗിരീഷിനെ കുറിച്ചുള്ള കഥകളുണ്ട്. അപ്പം പിന്നൊരു പട്ടിയുമായി ബന്ധപ്പെട്ട് കഥകളുണ്ട്. കുറേ കഥകളുണ്ട്. അതിൽ ഭയങ്കര രസമായിട്ടുള്ള കഥകളുണ്ട്. പക്ഷെ അതെല്ലാം പറഞ്ഞ് സമയമില്ല. വേണമെങ്കിൽ ആ പട്ടിയുടെ വേണമെങ്കിൽ ഒന്ന് 2 മിനിറ്റ് പെട്ടെന്നൊന്ന് പട്ടി പല്ല് വെക്കുന്നതും എല്ലാം. അത് എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി നമ്മുടെ വീട്ടിൽ കുറേ ജനറേഷനായിട്ട് പട്ടികളുണ്ട്. പക്ഷെ അവരുടെ ഇഡ്ഡലിയാണ് കഴിച്ചിരുന്നത്. എന്നാലും അവരുടെ പേരെല്ലാം ടോമി എന്നായിരുന്നു. ടോമി 1, ടോമി 2, ടോമി 3, ടോമി 4, ഫാൻറ്റം മാതിരിയായിരുന്നു. അപ്പോൾ അവർ വളരെ ഹെൽത്തി ആയിട്ട് 10-14 വയസ്സ് വരെയൊക്കെ ജീവിച്ച ആളുകളാണ്. ഇപ്പോൾ എനിക്ക് ഒരു പട്ടിയുണ്ട് ബോംബെയിൽ, അതിൻ്റെ പേര് ഡൂഫി എന്നാണ്. അപ്പോൾ അങ്ങേരെയും കൊണ്ട് വരുമ്പോഴത്തേക്കും വീട്ടിൽ സാധാരണ പട്ടികളെ അകത്ത് കയറ്റാറില്ല. പക്ഷെ അമ്മ ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ വരുമ്പോഴത്തേക്കും അകത്ത് കയറ്റാറുണ്ട് ഡൂഫിയെ. ഇത് അതിഥി തന്നെ ഡയറക്റ്റ് ചെയ്തൊരു പടമാണ്. അരണപുരാണം. ഇത് അച്ഛൻ കുറച്ച് പേരൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ അച്ഛനിപ്പോൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പുള്ളി കോൺഷ്യസ് ആകും. റെക്കോർഡ് ചെയ്യാനാണോ, ഓക്കെ പറഞ്ഞ് കുറച്ച് റെഡിയൊക്കെ ആവുമായിരുന്നു. ഒരു അപ്പോൾ 1-2 കൊല്ലം കഴിഞ്ഞ് ചെയ്തൊരു പടമായത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അച്ഛന്. പിന്നെ ഇങ്ങനെ ഒരു സെഷന് തിരക്കുള്ള സമയത്ത് ഇവിടെ വന്നതിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വാസു. ഇത് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. പക്ഷേ നമുക്ക് പിന്നീടും ഇതുമാതിരി ഇൻട്രാക്ട് ചെയ്യാം. ഞാൻ തൃപ്പൂണിത്തുറക്കാരൻ തന്നെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഫോർമലായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൻ്റെ ആവശ്യമില്ല. വി ക്യാൻ ഓൾവേസ് ഇൻട്രാക്ട്. പിന്നീടും നമുക്ക് കാണാം.